ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ നിധിയുണ്ടാക്കുക മാത്രമല്ല തിരുവിതാംകൂർ രാജകുടുംബം ചെയ്തത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോ കോളേജ്, വിമൻസ് കോളേജ് എന്നിവ സ്ഥാപിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം നിർമ്മിച്ച് പ്രവർത്തനക്ഷമമാക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ട്രാവൻകൂർ റേഡിയോ സ്റ്റേഷൻ, ശ്രീചിത്ര മെഡിക്കൽ സെന്റർ എന്നിവ സ്ഥാപിച്ചു. പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജും സ്ഥാപിച്ചു. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മറ്റോ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു അത്. ഇന്നും ഫെസിലിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആദ്യ 10 സ്ഥാനം പിടിക്കാനുള്ള കഴിവുണ്ട് അതിന്. അവിട്ടം തിരുനാൾ ആശുപത്രി സ്ഥാപിച്ചു. രാജകുടുംബത്തിലെ ഇളം തലമുറക്കാരൻ 6ാം വയസ്സിൽ ദീനം ബാധിച്ച് മരിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഒറ്റ കുട്ടിക്കും ഈ ഗതി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച അന്നത്തെ തന്നെ ഏറ്റവും മികച്ചതും വലുതുമായ ആശുപത്രിയിൽ ഒന്നായിരുന്നു അത്. ഇന്നും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ആശുപത്രിയിൽ ഒന്ന് തന്നെയാണത്. അല്ലാതെ നാട്ടുകാരുടെ ചെലവിൽ പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമെടുത്ത് അമേരിക്കയിൽ പോയി ചികിത്സ നേടുകയും സാധാരണക്കാരന് മരുന്നില്ലാതെ വേണ്ടത്ര ചികിത്സ കൊടുക്കാതെ കൊല്ലുകയും ചെയ്യുന്ന ഏർപ്പാടായിരുന്നില്ല അന്നത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്നത്. 1937 നവംബർ 1 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി അഥവാ തിരുവിതാംകൂർ സർവകലാശാല, അതെ നമ്മുടെ കേരള സർവകലാശാല തന്നെ, അതിന്റെ വൈസ് ചാൻസലറായി ആദ്യം ക്ഷണിക്കപ്പെട്ടത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന കോപ്പി അടിച്ച് ഡോക്ടറേറ്റ് വാങ്ങിയവന്മാരെയും അവളുമാരെയും അല്ല. തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. ഇന്നത്തെ KSRTCയേക്കാൾ മികച്ച സർവീസ്. കൊച്ചി തിരുവിതാംകൂറിൽ മാത്രം 1000-ലേറെ സർവീസുകൾ ദിനംപ്രതി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാൾ അക്കാദമി ഓഫ് മ്യൂസിക്, കേരള സംഗീത നാടക അക്കാദമി, ശ്രീചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത സഭ, ശ്രീചിത്ര നൃത്ത വിദ്യാലയം, കാർത്തിക തിരുനാൾ തിയേറ്റർ, SMSM ഇൻസ്റ്റിറ്റ്യൂട്ട്, ബോംബെയിൽ കേരള എംപോറിയം, ലേബർ കോടതി, 1934 ശ്രീചിത്ര ഹോം അഗതി മന്ദിരം എന്നിവ സ്ഥാപിച്ചു. 1941 നവംബർ 26 നിർധനരായ സ്കൂൾ കുട്ടികൾക്ക് അന്നദാനം നടത്തുവാനായി സ്ഥാപനം സ്ഥാപിച്ചു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ട്രെയിൻ എത്തുന്നതിന് ഓവർബ്രിഡ്ജിന് തൊട്ടു താഴെ വലത്തുവശത്തായി ഇപ്പോഴും അതിന്റെ ബോർഡ് കാണാനാകും. തിരുവനന്തപുരം കന്യാകുമാരി ശ്രീ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു. അന്ന് നിർമ്മിച്ച റോഡൊന്ന് വീതി കൂട്ടാനായി ബാലരാമപുരം ഭാഗത്ത് ഏതാണ്ട് 40 വർഷങ്ങളായി നമ്മുടെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു. ഇതുവരെ നടന്നിട്ടില്ല എന്ന് മാത്രം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവനന്തപുരത്ത് വൈദ്യുതി വിതരണം, ശുദ്ധജല വിതരണ പദ്ധതി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, 1938 കേരള ഭൂപണയ ബാങ്ക്, 1934 സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം റബ്ബർ വർക്ക്സ്, FACT ആലുവ, കുണ്ടറ സെറാമിക് ഫാക്ടറി, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, സൗത്ത് ഇന്ത്യൻ റബ്ബർ വർക്ക്സ്, ശ്രീചിത്ര മിൽസ്, ആലുവ അലൂമിനിയം ഫാക്ടറി, ട്രാവൻകൂർ ഗ്ലാസ് ഫാക്ടറി എന്നിവ ആരംഭിച്ചു. പുനലൂർ പേപ്പർ മില്ല് ആരംഭിച്ചു. നമ്മുടെ CA2കാരന്മാർ യൂണിയൻ കളിച്ച് ഇടയ്ക്കിടെ പൂട്ടിക്കുകയും പിന്നെയും തുറപ്പിക്കുകയും പിന്നെയും പൂട്ടിക്കുകയും ചെയ്യുന്ന അതേ പുനലൂർ പേപ്പർ മില്ല് തന്നെ. തിരുവനന്തപുരം വിജയമോഹിനി മില്ല്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ്, ഇന്ത്യയിൽ ആദ്യമായി കോട്ടയത്ത് സിമന്റ് ഫാക്ടറി, പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ്, ചെങ്കോട്ട ബാലരാമവർമ്മ ടെക്സ്റ്റൈൽസ്, കൊല്ലം പെൻസിൽ ഫാക്ടറി, പെരുമ്പാവൂർ വഞ്ചിനാട് ഹൌസ് ആൻഡ് ഇൻഡസ്ട്രീസ്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി, ആലുവ ഫോറസ്റ്റ് ഇൻഡസ്ട്രി ലിമിറ്റഡ് എന്നിവ ആരംഭിച്ചു. ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു 200 കൊല്ലം പുറകിലേക്ക് പോകാം. തിരുവിതാംകൂറിൽ 8 വയസ്സ് തികഞ്ഞവരായി ഒരു കുട്ടിയും അക്ഷരം പഠിക്കാത്തവരായി ഉണ്ടാകരുത് എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച സ്വാതി തിരുനാൾ ഭരണത്തിന് കീഴിൽ വിദ്യാഭ്യാസം വളരെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. പാഠപുസ്തക സമിതിയിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ തന്നെ അംഗമായിരുന്നു. ഇന്നത്തെ പോലെ യൂണിയൻ കളിച്ചു നടക്കുന്ന കൂലി തൊഴിലാളികളായ അധ്യാപകരല്ല അന്ന് പാഠപുസ്തക സമിതിയിലെ അംഗങ്ങൾ. 20ാം നൂറ്റാണ്ടിലെ ആദ്യ പാദത്തിൽ അധ്യാപകർക്ക് വെറും 7 രൂപ മാത്രം ശമ്പളം കിട്ടുമ്പോൾ 300 രൂപയാണ് തിരുവനന്തപുരത്ത് അധ്യാപകർക്ക് വേണ്ടി സ്വാതി തിരുനാൾ നൽകിയിരുന്നത് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയിരുന്ന പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് വിദ്യാഭ്യാസത്തിൽ, വാണിജ്യത്തിൽ, വ്യവസായത്തിൽ, സംസ്കാരത്തിൽ, ആരോഗ്യത്തിൽ, ഗതാഗതത്തിൽ എല്ലാത്തിലും ലോകരാജ്യങ്ങളെക്കാൾ മുൻപന്തിയിൽ നിന്നിരുന്ന നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തെയാണ് ജനാധിപത്യം വന്നതിന് ശേഷം വന്ന സർക്കാരുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, നശിപ്പിച്ച് ഈ പരുവത്തിലാക്കിയത്. എന്തിനധികം പറയുന്നു, രാജാവ് അന്ന് നിർമ്മിച്ച ഡ്രെയിനേജ് സിസ്റ്റമാണ് ഇന്നും തിരുവനന്തപുരത്തെ പ്രധാന അഴുക്കുചാലായി പ്രവർത്തിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം. അതിന്റെ മുകളിൽ ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ കെട്ടിയ ബഹുനില കെട്ടിടങ്ങൾ കാരണമാണ് ഇന്ന് തിരുവിതാംകൂറിലെ ജലബഹിർഗമന പാതകൾ അടയുകയും തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്നതെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കളക്ടർ ബിജു പ്രഭാകരൻ, ചീഫ് സെക്രട്ടറി ജിജി തോംസൺ എന്നിവരുടെ നേതൃത്വത്തിൽ കണ്ടെത്തുകയും അതിന് മുകളിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ധനികനായ ബിജു രമേശിന്റെ കെട്ടിടത്തിലൊന്ന് തൊടാൻ പോലും ഇപ്പോഴത്തെ പാവപ്പെട്ടവന്റെ സർക്കാരിനായിട്ടില്ല. അന്ന് തിരുവിതാംകൂറിൽ നിന്നും സ്ഥാപിച്ച TS കനാൽ ജലപാത അന്നത്തെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ജലപാതകളിൽ ഒന്നായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. അതിന്റെ ഭാഗമായുള്ള പാർവതി പുത്തനാർ ഓരോ 3 വർഷം കൂടുന്തോറും ജലപാത വീണ്ടും യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന പേരിൽ പൊതുഖജനാവിൽ നിന്നും പണമെടുത്ത് കനാൽ വൃത്തിയാക്കുകയും അതിലുള്ള മണൽ പ്രൈവറ്റ് കരാറുകാർക്ക് വെറുതെ നൽകുകയും ചെയ്യുന്ന ഏർപ്പാട് തുടങ്ങിയിട്ട് വർഷങ്ങളായി. പറയാനേറെയുണ്ട്, തൽക്കാലം ഇവിടെ നിർത്തുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കാണുന്ന 99% അഭിവൃദ്ധിക്കും കാരണം
രാജകുടുംബമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കോളേജുകളും മോഡൽ സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വിദ്യാലയങ്ങളും ആശുപത്രികളും സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളും സ്ഥാപിച്ചത് രാജ്യഭരണത്തിന്റെ കീഴിലാണ്. അന്നത്തെ ഡ്രെയിനേജ് സിസ്റ്റം പോലും ഒന്ന് തോണ്ടാൻ ഇന്നത്തെ രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പറഞ്ഞു നടക്കുകയാണ് കേരള മോഡലിന്റെ അവകാശികൾ അവരാണ് പോലും.